ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. ഞാൻ എന്നും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാറുണ്ട്. വേറെ എന്ത് കഴിച്ചാലും നമുക്ക് ഈ കഞ്ഞി കുടിച്ചതിൻ്റെ ഒരു സുഖം കിട്ടില്ല. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ബിരിയാണി അരി ഉപയോഗിച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. പാത്രം നന്നായിട്ട് ചൂടായതും 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇനി ഇതിലോട്ട് ഹോൾ സ്പൈസസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു 3 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 ടീസ്പൂൺ ഉലുവ, ഏകദേശം 3/4 ടീസ്പൂണോളം ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതും പിന്നെ 10 അല്ലി ചെറിയുള്ളി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റിയെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഈ സമയത്ത് തന്നെ ഞാൻ 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് നടുവിലൊന്ന് കീറിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണിത്. പിന്നെ ഇതിലോട്ട് ഇറച്ചിയൊന്നും ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ സവോള വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി പേസ്റ്റും പിന്നെ അല്പം പുതിനയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയം വഴറ്റണം എന്നില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലോട്ട് 1 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അതും പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ചേർത്തിട്ടും ഒരുപാട് സമയം വഴറ്റരുത്. പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ നേരത്തെ തക്കാളി ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചേർക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റതും തന്നെ തക്കാളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ബിരിയാണി അരി 3-4 തവണ കഴുകി ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അരച്ചിട്ടില്ല. എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെച്ചതായിരുന്നു. 10 മിനിറ്റ് മാത്രമാണ് ഞാൻ അരി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ നല്ല വാസന ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാതെ ഇതുപോലെ ഈ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിക്ക് നല്ലൊരു വാസന കിട്ടും. ഇതിൽ ഇനിയും ഏകദേശം 1 ലിറ്ററും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പോരായിരുന്നു. ഈ സമയത്ത് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുന്നത്. നിസ്കരിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ ചൂടുള്ള വെള്ളം ഉള്ളത് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇന്നിതിപ്പോൾ കഞ്ഞി വെക്കാൻ അല്പം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റൈസ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുത്തതാണ്. നിങ്ങൾ ഈ സമയത്ത് തന്നെ കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് 3-4 തവണ നല്ല വൃത്തിയായി കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറുപയർ പരിപ്പ് കുതിരൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നീട് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുത്താൽ മതി. അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ഞാൻ നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്കും റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ
തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഒതുക്കി എടുത്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജാറൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളവും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇതെല്ലാം ഇനി നിങ്ങൾക്ക് ഇറച്ചിയിട്ട കഞ്ഞിയാണ് ആവശ്യമെങ്കിൽ മട്ടൺ മിൻസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി വഴറ്റിയതിന് ശേഷം മട്ടൺ മിൻസ് ചെയ്തത് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കിഷ്ടം ഇതുപോലെ ഇറച്ചിയൊന്നും ഇടാത്ത കഞ്ഞിയാണ്. അപ്പോൾ അതാ നമ്മുടെ പള്ളിക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് കഞ്ഞി റെഡിയാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.